ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? പിന്നെന്താ, പിന്നെ ഇപ്പോഴത്തെ കാലാവസ്ഥനെ പറ്റിയിട്ടല്ലേ പറയേണ്ടത്. ശരിക്കും പറഞ്ഞാൽ നല്ല ചൂട് കാലാവസ്ഥ. ഇവിടെ പാലക്കാട് നല്ല ചൂടുണ്ട്. മഴയാണെങ്കിൽ പെയ്യണില്ല, ഡാമിൽ വെള്ളമൊക്കെ ആണെങ്കിൽ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അവിടുത്തെ വിശേഷം എന്താണ് കൂട്ടുകാരെ? മഴയൊക്കെ പെയ്യണ്ട? ഇവിടെ കിണറിലും ഒക്കെ വെള്ളം കുറവായി വരുന്നുണ്ട്. നല്ല കുറവാകുമ്പോഴത്തേനും മഴ പെയ്താൽ വേണ്ടില്ല. അപ്പോൾ ഇന്നിപ്പോൾ നമ്മുടെ അങ്കൂസിനും അല്ലൂസിനും ഒക്കെ മദ്രസ ഒക്കെ തുറന്നിരിക്കണം കേട്ടോ. അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ട് അവർ ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ അടുത്തേക്ക് പോകാം. അപ്പോൾ നമ്മുടെ മദ്രസ കുട്ടികളൊക്കെ അങ്ങനെ ഒരുങ്ങി റെഡി ആയിക്കണം കേട്ടോ. അപ്പം നമ്മുടെ അങ്കുവിൻ്റെ ആദ്യത്തെ മദ്രസ പോക്കാട്ടോ, അതായത് 1-ാം ക്ലാസ്സിൽ ചേർത്തിയ ദിവസമായിട്ടെന്ന്. അപ്പോൾ നമ്മുടെ അങ്കൂസും അല്ലൂസും ഒക്കെ നല്ല ഉഷാറായി ഒരുങ്ങി ഇങ്ങനെ നിൽക്കുന്നുണ്ട് അവരെ ഉപ്പാനും കാത്തിട്ട്. അപ്പോൾ പിന്നെ ഇപ്പം മക്കളൊക്കെ മദ്രസക്ക് പോയിക്കണം കേട്ടോ. അങ്ങനെ അവരെ കൊണ്ടാക്കിയിട്ട് അവിടെ മീറ്റിങ്ങും ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടൊക്കെ വരുള്ളൂ. അപ്പത്തിനും ഇവിടെ എൻ്റെ പറഞ്ഞു പണിയൊക്കെ വേഗം റെഡിയാക്കിക്കോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം പണികളൊക്കെ അങ്ങോട്ട് ഒരുക്കി അങ്ങനെ കുറച്ച് നേരം ഇരിക്കുമ്പോഴാണ് നമ്മുടെ അങ്കൂസും അല്ലൂസൊക്കെ മദ്രസ വിട്ട് വന്നിരിക്കണം കേട്ടോ. അപ്പോൾ പിന്നെ അവർ കുറച്ച് നേരമൊക്കെ ഇരുന്ന് അപ്പത്തിന് ഞാൻ ഇതിലൂടെ വാഷിംഗ് മെഷീനിൽ തുണിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒക്കെ എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ അങ്കൂസും അല്ലൂസും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ കമ്പ്യൂട്ടറും നോക്കിയിട്ട് ഇരിക്കുക കേട്ടോ. പിന്നെ അങ്ങനെ കുറച്ച് നേരമൊക്കെ ആയപ്പോൾ കല്യാണത്തിന് ഒരുക്കമാനായി. അപ്പോൾ ഒരുക്കമൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങളങ്ങനെ കല്യാണത്തിന് പോകുക കേട്ടോ. അപ്പോൾ നമ്മുടെ അല്ലൂസ് വിയർത്താകെ കുളിച്ചിരിക്കുക കേട്ടോ, മേക്കപ്പൊക്കെ പോയിട്ട്. പിന്നെ അങ്ങനെ നമ്മൾ അവിടെ എത്തിക്കണ്. അപ്പോൾ നല്ല ചൂടാണ്. കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ട് പിന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമ്മൾ പോയിട്ടോ. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് സദ്യയായിരുന്നു, അടിപൊളിയായിരുന്നു. എല്ലാ കറികളും അടിപൊളിയായിരുന്നു, നല്ല രസമായിരുന്നു കേട്ടോ. പായസം അതിനും കേട്ട് ഗംഭീരമായിട്ടോ. പിന്നെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് നമ്മളങ്ങനെ ടാറ്റ എന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് വീട്ടിലേക്ക് വരുന്നു കേട്ടോ. വൈകുന്നേരം ഒരു കല്യാണം ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ ഒക്കാക്ക് ഒരു ഫോൺ വന്നപ്പോൾ ഒക്കെ അവിടെ വണ്ടി നിർത്തിയിട്ടുണ്ട്. എന്താണ് രാവിലത്തെ പെണ്ണിനും ചക്കനും കേട്ടോ. പിന്നെ അവിടെ നിന്ന് മിഠായിയൊക്കെ അതിൽ എന്താണ് സ്റ്റാപ്ലർ കൊണ്ട് അടിച്ചിട്ട് അങ്ങനെ മിഠായിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കിട്ടി. പിന്നെ കാക്കൊരു തുണ്ട് കൊടുത്തു. എനിക്കും അല്ലൂസിനും മാത്രം മിഠായി തന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ നമ്മളങ്ങനെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് പിന്നെ അവിടുന്ന് അങ്ങനെ പുറപ്പെട്ടു. അപ്പോൾ നമ്മുടെ പാടശേഖരങ്ങളൊക്കെ ഇങ്ങനെ കൊഴുത് മറിച്ച് അവിടെ ഇട്ടിക്കുന്നു കേട്ടോ. വെള്ളം മഴ പെയ്യട്ടേ ഉണ്ടാവും, അത് കഴിഞ്ഞിട്ട് വിത്തിടാൻ കൊണ്ടാ തോന്നുന്നു. പിന്നെ അങ്ങനെ നമ്മൾ വീടൊക്കെ എത്തിയപ്പോൾ നമ്മുടെ അങ്കൂസ് നല്ല ഉറക്കത്തിലാട്ടോ. അയ്യോടാ പാവം കുട്ടി. പിന്നൊക്കെ അങ്ങനെ തോളത്ത് വിട്ടിട്ട് റൂമിൽ കൊണ്ട് കടത്താൻ വേണ്ടി പോയിക്കണം കേട്ടോ. പിന്നെ ഒരു 6 മണിയൊക്കെ ആയപ്പോൾ മെല്ലെ അവനെ എണീപ്പിച്ച് വിട്ടു. പിന്നെ എണീച്ച് നന്നായി ഡ്രസ്സൊക്കെ മാറ്റി പിന്നെ ഷൂ ഇടുന്ന തിരക്കിൽ നമ്മുടെ ഇഫക്കുറുമി നല്ല മുഞ്ചത്തിയായിട്ട് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ, പാൻറ്റും ഷർട്ടൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അവളെടുക്കണപ്പോൾ ഇപ്പോൾ വേഗം ഷൂ ഒക്കെ മാറ്റിയിട്ട് എടുത്ത് വന്ന് നിൽക്കുക കേട്ടോ. പിന്നെ അങ്ങനെ കല്യാണം വേണ്ട വൈകുന്നേരത്തത് കല്യാണത്തിന് എത്തിയിട്ടോ. അപ്പോൾ നമ്മൾ വെൽക്കം ഡ്രിങ്കൊക്കെ കുടിച്ച് അവിടെ കുറേ നേരം ഇങ്ങനെ നിന്നു കേട്ടോ. പിന്നെ നമ്മുടെ അങ്കൂസ് മണ്ഡപത്തിൻ്റെ മുമ്പിൽ ഒരുക്കിയ അലങ്കാരപ്പണികളൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ പിന്നെ പറഞ്ഞു ഇപ്പം എന്നെ ഒന്ന് വീഡിയോ എടുക്കുമോ ഇതിന് മുമ്പിൽ നിന്നിട്ട്. അപ്പോൾ ശരി എന്നാൽ അങ്ങോട്ട് നടക്ക്, ഞാൻ എടുക്കാമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ കുറച്ച് നേരമായപ്പോൾ നമ്മുടെ അല്ലൂസ് മെല്ലെ പോയിട്ട് അവിടെ നിൽക്കുക കേട്ടോ. അപ്പോൾ ഇത് കണ്ട നമ്മുടെ അങ്കൂസ് അപ്പം ഞാനും പോകും അങ്ങനെ ആയിട്ടോ. അപ്പോൾ എന്നാൽ നീയും പോയിക്കോ പറഞ്ഞിട്ട് ഇവൻ പോയപ്പം നമ്മുടെ അല്ലൂസ് മെല്ലെ അവിടെ നിന്ന് സ്ഥലം വിട്ടു കേട്ടോ. അപ്പോൾ അവനക്കും അതൊരു മടിയായി. അപ്പോൾ നമ്മുടെ അങ്കൂസും മെല്ലെ അവിടെ നിന്ന് വന്നു. അപ്പോൾ നീ എന്തിനാ വരുന്നത്, അവിടെ നിന്നോ എടുക്കാലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവിടെ അങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഇഫക്കുറുമ്പി പോയി. അപ്പോൾ നമ്മുടെ ഇഫക്കുറുമ്പി പോയപ്പോൾ പിന്നെ നമ്മുടെ അല്ലൂസും പോയി കേട്ടോ. പിന്നെ അങ്ങനെ കുറച്ച് നേരമൊക്കെ നിന്നിട്ട് നമ്മളങ്ങനെ മണ്ഡപത്തിൻ്റെ ഉള്ളിലേക്ക് കയറി. അപ്പോൾ അവിടെ നല്ല വയലിൻ വായനയൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ കേട്ട് ഇങ്ങനെ ആസ്വദിച്ച് കുറേ നേരം ഇന്നപ്പോഴാണ് ഇക്കാൻ്റെ ഒരു വിളി, അല്ല നമുക്ക് ഭക്ഷണം കഴിക്കണ്ടേ, ഭക്ഷണം കഴിച്ചിട്ട് വേണം എനിക്ക് പണ്ടിന് പോകാൻ. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചതിന് പിന്നെ ഇപ്പോൾ കുറുമ്പ് ഞങ്ങളൊക്കെ ഐസ്ക്രീമൊക്കെ കഴിച്ചു. അപ്പം നമ്മുടെ ആശ നിൽക്കണം നോക്കൂ. കുറച്ച് നേരമൊക്കെ പാട്ടൊക്കെ കേട്ട് നമ്മളങ്ങനെ വീട്ടിലേക്ക് വന്നു കേട്ടോ. അവിടെ ഒരാൾ എൻ്റെ പിണങ്ങി നിൽക്കുക കേട്ടോ. അപ്പോൾ ഇനി പിണക്കൊക്കെ മാറ്റട്ടെ. ഇനി കാണും വരക്കും ടാറ്റാ.